ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഒരു വെറൈറ്റി ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ ബട്ടർ മസാല. അതിലേക്കുള്ള പനീറാണിത്. പിന്നെ ബട്ടർ വേണം, പിന്നെ സബോള. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മൾ ബട്ടർ ആൻഡ് പനീർ ഇത് രണ്ടും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പനീർ ബട്ടർ മസാല കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം ബട്ടർ. അപ്പോൾ ബട്ടറിൻ്റെ ഞാൻ ഈ ബട്ടറിൻ്റെ ഫുള്ള് ഇടണമെന്നില്ല. ഇതൊരു 100-150 ഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണ്ടായി 1/4 ഭാഗം മാത്രമാണ് ഇടുന്നത്. 1/4 ഭാഗം ബട്ടർ ഞാൻ ഇതിലേക്ക് ഇടണം കേട്ടോ. ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാനെല്ലാതും അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ കാണിച്ചു തരാം. ഇതിലേക്ക് 2 സബോള, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി, ഈ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് വറ്റി കഴിയുമ്പോൾ ഇത് ഇടാൻ പോവാണ് കേട്ടോ. ഇത് മെൽറ്റായി കഴിഞ്ഞു. ഇത് ബട്ടർ മെൽറ്റായി. ബട്ടർ മാത്രം പോരാ, കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി വേണം. എന്നിട്ട് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ കൂടെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരുവിധം മീഡിയം വലിപ്പം മതി. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മറ്റുള്ള മസാലകൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം മതി, വേറെ മസാലകളൊന്നുമല്ല. ഈ 2 മസാലകളും ഇതിൽ ചേർത്ത് വഴണ്ട് പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ടാണ് നമ്മളത് അരയ്ക്കണം കേട്ടോ. ഇത് ഈ പരുവാവണം സബോള. കണ്ടോ, ഇത്രയ്ക്ക് ആയാൽ മതി, നന്നായി മൊരിയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അരി നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട് ഞാൻ മുളക് പൊടി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിങ്ങനെ മിക്സായി ഇന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇടണം. അപ്പോൾ ഇതൊന്ന് മുളകൊന്ന് ചൂടാവണ്ട, ഒരു പച്ചച്ചൊക്കെ മുളകിൻ്റെ പോയി കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പാണ് തക്കാളി. ഇതിൽ അണ്ടിപ്പരിപ്പ് ഞാൻ ഇതിൽ മേടിച്ചിരിക്കുന്നത് ഒരു 100-150 ഗ്രാം അണ്ടിപ്പരിപ്പാണ്. അതിൽ ഞാൻ ഇതിൽ 3 എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് നമ്മൾ കുതിർത്താൻ വെക്കണം. 2 മണിക്കൂർ മുമ്പ് കുതിർത്താൻ വെച്ചിട്ട് നമ്മളത് അരച്ചെടുക്കണം. ആ ക്രീമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. വറുക്കണേൽ നമ്മൾ 2-3 എണ്ണം ഇടുന്നത്. പിന്നെ നമ്മൾ അരച്ച് വേറെ വയ്ക്കുക. അത് പിന്നീട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ വറുക്കാനായിട്ട് 2-3 അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ സബോള, ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ അറിയില്ല നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്, അതൊക്കെ ഇടാം. പിന്നെ ഇതിപ്പോൾ മൂത്ത് വന്നപ്പോൾ ഞാൻ 2 ഇടത്തരം വലുപ്പമുള്ള 2 നന്നായി പഴുത്ത തക്കാളി ഇട്ടാ. ഇനി ഇതൊക്കെ വാടി വരുമ്പോൾ നമ്മൾ മിക്സിയിൽ ഇത് അരച്ചെടുക്കുക. ചിലർ അരച്ചെടുക്കാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ക്രീമി ആയിട്ടാണ് ഈ കറി നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ കണ്ടിട്ടില്ലേ, നന്നായി ക്രീമി ആയിട്ട്. അപ്പോൾ അതുപോലെ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇത് വാടി കഴിയുമ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീണ്ടും അരച്ചത്, ഞാനിത് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിനൊന്ന് വെള്ളമല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമുളകൊന്ന് നമ്മൾ ഇതെടുത്തപ്പോൾ വാട്ടിയെടുത്തപ്പോൾ പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇതാക്കി അതിൻ്റെ എണ്ണ വരുന്ന വരെ ആക്കിയെടുക്കണം, തിളപ്പിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടോ, എണ്ണ അങ്ങനെ നന്നായി വരണം പുറത്തേക്ക്.
അപ്പോൾ ഇത് വറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പിന്നെ ഗ്രേവി വേണമെങ്കിൽ ഇതിലേക്ക് എടുക്കാം. ഇങ്ങനെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ഇതിൽ തരികളൊന്നും ഇല്ലാണ്ട് നല്ല ക്രീമി ആയിട്ടുള്ള കറിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നന്നായി വഴണ്ട് വരണം. ഇതിൽ ഞാൻ ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ അരക്കണേലാണ് ഓയിലും ബട്ടറും ചേർത്തത്. ഇതിൽ ഞാൻ ബട്ടർ മാത്രം വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ അപ്പോൾ ഞാൻ പാകമായിട്ട് എടുക്കുന്നത്. ബട്ടർ മാത്രം ഇത് ചേർത്താൽ മതിയിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ കുറുക്കിയെടുക്കുക കേട്ടോ. ഇത്രയ്ക്കും ഗ്രേവി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവി ആവശ്യമുള്ളവർക്ക് വെള്ളം ചേർക്കാം. ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ പോണത്, ഒഴിക്കാൻ പോണത്, നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ലാസ്റ്റ് നമുക്ക് കറിയിൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ തന്നെ നമ്മുടെ പഞ്ചസാര, ഷുഗർ ഉണ്ടോ. ഇനി ഞാൻ ഈ ഗ്രേവി നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പനീറാണ്. പനീർ ഇട്ടിട്ട് നമ്മളിതൊന്ന് യോജിപ്പിക്കണം. ഞാൻ പനീർ ഇടാണ്. ചിലർ പനീർ വറക്കും. അപ്പോൾ വറക്കണത് നമുക്ക് അതിനൊരു അറിവുണ്ട്. എന്ന് വെച്ചാൽ വറവ് കൂടി കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറി. അപ്പോൾ നമ്മൾ വറക്കാണ്ട് നേരിട്ടും ഇതുപോലെ ചേർക്കാം. കണ്ടോ, ഇങ്ങനെ ചേർക്കാം. വറുത്ത് ചേർക്കണമെങ്കിൽ വറുത്ത് ചേർക്കാം. പക്ഷെ അത് നമ്മൾ നോക്കണം അതിൻ്റെ വറവ് എന്തോരം വേണമെന്നുള്ളത്. വറവ് കൂടി കഴിഞ്ഞാൽ എന്താവും, അത് റബ്ബർ പോലെയാവും. അപ്പോൾ സോഫ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാലും സോഫ്റ്റ് ആവും. ഇനി നമ്മളിത് ഭയങ്കര കട്ടിയായിട്ടിരിക്കണം. കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രേവി വേണം. അപ്പോൾ ഇവിടെ ഗ്രേവി വേണം. എനിക്ക് ഗ്രേവി ഉള്ളതാണ് താല്പര്യം. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ മിക്സിയിൽ അരച്ച അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ ഗ്രേവി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല കുറുകിയില്ലേ കണ്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് നാളികേരപ്പാൽ അരച്ച പോലെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷെ കൂടുതലും ടേസ്റ്റ് അതിൻ്റെ കൂടെയൊക്കെ ആവും. ചപ്പാത്തി, പൊറോട്ട, നാൻ, ബ്രെഡ്, അങ്ങനെ. കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർക്കുന്നത്. വല്ലാണ്ട് കട്ടിയായിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് മതി. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിൽ ചേർക്കുന്നത് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. കസ്തൂരി മെത്തി കണ്ടോ. അത് ഉലുവേര ഇല ഉണക്കിയതാണത്. അത് ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ചിടണം ലാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. എന്നിട്ട് ഒന്ന് തള വരട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഫൈനല് പറയാം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതായത് തിളച്ചു, നല്ല പാകത്തിനുള്ള ചാറൊക്കെ കുറുകി വന്നു. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. 3/4 ടീസ്പൂൺ മതി. ഒരു ഫ്ലേവറിനെ വേണ്ടു. ഇതിലേക്ക് മെയിനായിട്ടുള്ള ഫ്ലേവർ കസ്തൂരി മേത്തിയാണ്. എന്നാലും ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അത് ചേർക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കൂട്ടുകളൊക്കെ. അപ്പോൾ നമ്മൾ ഗരം മസാല ചേർത്തു, ഗരം മസാലയുടെ പൊടി ചേർത്തു. ഇനി നമ്മൾ കസ്തൂരി മേത്തി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ ഇടും.
കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കും. അപ്പം ഇത് പൊടിയും കണ്ടോ, പൊടിഞ്ഞ് അങ്ങനെയാണത് ഇടേണ്ടത്. കയ്യിലിട്ട് ഇങ്ങനെ പൊടിച്ചാൽ അതിങ്ങനെ പൊടിയും. ഇനി ഞാൻ ആ കസ്തൂരി മേത്തി ചേർത്തത് കണ്ടില്ലേ, ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഞാനിത് ചേർക്കാൻ പോണ്. അത് നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ബട്ടറാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കണത്. ബട്ടർ ചേർത്തു. ഇനി നമ്മൾ കുറച്ച് മല്ലിയില, നമ്മളിട്ട് കൊടുക്കണം. ഒരു മണത്തിന് തന്നെയാണ് മല്ലിയില. കുറച്ച് മല്ലിയില ഇട്ടു. ഇനി നമ്മൾ ഭംഗിക്ക് വേണ്ടി നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പിൻ്റെ ഇല്ലേ, കാഷ്യൂനട്ട്, അതിൻ്റെ ക്രീം നമ്മൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉണ്ടോ? അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. കണ്ടോ, സൂപ്പറായിട്ടില്ലേ അതിൻ്റെ കളറും എല്ലാതും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈസിയാണ്, ഈസി തന്നെയല്ല, വളരെ ടേസ്റ്റിയാണ്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ.